ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസ് തുടങ്ങാനൊക്കെ മുന്നേ ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എൻ്റെ പേര് മാധവ് എന്നാണ്. ആൻഡ് ഞാനാവും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ജേർണിയിൽ ഫിസിക്സ് ക്ലാസ് എടുത്താനും പോകുന്നത്. ലൈക്ക് ഞാനിവിടെ എഴുതിയ പോലെ തന്നെ നിങ്ങളെ വെറുതെ നിങ്ങൾ ഫിസിക്സ് കാണാപ്പാഠം പഠിച്ചു കാര്യമില്ല. ഡിസ്കവർ ദ ബ്യൂട്ടി ഓഫ് ഫിസിക്സ്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു റോഡ് മാപ്പിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവരാൻ കാരണം നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ജേർണിക്ക് ഇറങ്ങണേക്ക് മുമ്പ് അറിയണം നിങ്ങളിത് എന്തിനാണ് പഠിക്കുന്നത്, നിങ്ങളിത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാകാറുണ്ട്. വെറുതെ കുറേ ചാപ്റ്റേഴ്സ് ആദ്യമേ ഒരു ഓർഡർ ഇല്ലാതെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എൻട്രൻസ് ആസ്പെക്ട് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇതിനെ കാണണം. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് സ്ലൈഡായിട്ട് ഹൗ ടു സ്റ്റഡി ഫിസിക്സ്, വാട്ട് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ഡൂസ് എന്താണ്, ഡോൺസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളും ചാപ്റ്റേഴ്സും ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രൻസിന് പഠിക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾ ഇത്ര കാലം +1 +2 ഓർ എവിടെ പഠിച്ചതും പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ല. ബട്ട് എൻട്രൻസിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല വർക്കാവുക. നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് പോയി എഴുതുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് പോസിബിൾ ആൻഡ് അത് വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കി പഠിക്കും. കാരണം എല്ലാ സ്റ്റുഡൻസും ഇതിനു വേണ്ടി കൊല്ലങ്ങളോളം പരിശ്രമിക്കുന്നവരാണ്. നിങ്ങൾക്ക് ചുളിവിന് കെട്ടാൻ വിചാരിച്ചാൽ നടക്കില്ല. സോ ഇവരൊക്കെ ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷ തലേ ദിവസം പോയി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാം, അല്ലെങ്കിൽ കറക്കി കുത്തി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടില്ല. കറക്കി കുത്തി കിട്ടണവരുണ്ടാവും, ബട്ട് അവർ ലൈഫിൽ രക്ഷപ്പെടാനും പോകില്ല. സോ ചുളിവിൽ നേടാൻ ശ്രമിക്കാതെ വൃത്തിക്ക് പഠിക്കുക. ഫിസിക്സ് അതിൻ്റെ ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കുക, കെമിസ്ട്രി ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കുക, മാത്സ് അതിൻ്റെ ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. മാത്സ്, എക്സ്പെഷ്യലി മാത്സ് ആൻഡ് ഫിസിക്സ്, നിങ്ങൾ അതിൻ്റെ ബ്യൂട്ടി അറിഞ്ഞേ പഠിക്കാൻ പാടുള്ളൂ. ബിക്കോസ് ഇത് കാണാപ്പാഠം പഠിച്ചാൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടില്ല, രണ്ട് അധികം എൻട്രൻസ് എക്സാംസും നിങ്ങളുടെ നോളജാണ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം മഗപ്പ് ചെയ്തു എന്നുള്ളതല്ല ടെസ്റ്റ് ചെയ്യുക. സോ എൻട്രൻസ് ആസ്പെക്റ്റിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിയും നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. പക്ഷേ കുറച്ചൊക്കെ ചില സാധനങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. കെമിസ്ട്രി ചില ചാപ്റ്റേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്ത് നിർത്തിയാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയും അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ ഒരു എൻട്രൻസ് ആസ്പെക്ട് ഓഫ് വ്യൂവിൽ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ അല്ലാതെ കാണാപ്പാഠം പഠിക്കാന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. സോ ആദ്യം പിന്നെ അത് എന്താണ് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞതാണ്. സോ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളോട് കാണാപ്പാഠം പഠിക്കരുത് എന്ന് പറഞ്ഞു. സോ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം, ഓക്കെ, എങ്ങനെ മനസ്സിലാക്കി പഠിക്കാം പറഞ്ഞുതരാം. ഞാൻ ഇവിടെ എൻ്റെ ഫിസിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കി സബ്ജക്റ്റ് റെസ്പെക്റ്റീവ് ടീച്ചേഴ്സ് ഓർ നിങ്ങൾക്കത് മനസ്സിലാവും. ഓൾമോസ്റ്റ് ഇതൊക്കെ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. നെവർ ബൈ ഹാർട്ട്. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ബ്യൂട്ടി ഇറങ്ങി പഠിക്കുക. അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെ ബ്യൂട്ടി ഇറങ്ങി പഠിക്കാം? നിങ്ങൾ ഇപ്പോൾ സപ്പോസ് ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഫിസിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ മനസ്സിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, മാത്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. സോ ബ്രെയിനിൽ ഓൾറെഡി അതിനോട് ഒരു താല്പര്യം വരും. ആൻഡ് നിങ്ങൾ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയാം ഫിസിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മാത്സ് ഈസ് മൈ ഫേവറേറ്റ്. നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് മാത്സ് ഭയങ്കര ടഫാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ കാര്യം വെച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഫിസിക്സ് ഭയങ്കര ടഫാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഫിസിക്സിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അയ്യോ അത് എനിക്ക് പറ്റുന്ന സാധനമല്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ പോയി പിന്നെ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറയുന്ന സാധനങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡാവും. സോ നിങ്ങൾ പറ്റുന്ന സാധനം ആണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്സ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് പറയുക, അതൊക്കെ എളുപ്പമല്ലേ, നമുക്ക് പറ്റും എന്ന് തന്നെ പറയാം. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഫിസിക്സിനോടൊരു ഇഷ്ടം വരും. ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ല, ഓട്ടോമാറ്റിക്കലി നമുക്കത് പഠിയും. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അതാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അധികം സ്ട്രെസ് ഇല്ല, നിങ്ങൾക്ക് അധികം എഫേർട്ട് എടുക്കണ്ട. ഓഫ് കോഴ്സ് എഫേർട്ട് എടുക്കണം, ബട്ട് എഫേർട്ട് കുറയ്ക്കാം. ഇഷ്ടമല്ലാത്തൊരു സാധനം പഠിക്കണേക്കാൾ ഏറ്റവും ഈസിലി പഠിക്കാൻ പറ്റും ഇഷ്ടമുള്ളൊരു സാധനം പഠിക്കാൻ. സോ അതിന് നിങ്ങൾ ആദ്യം എന്നോടൊരു ഇഷ്ടം ഉണ്ടാക്കണം, അല്ല നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളിത് പഠിക്കേണ്ടത്. ഇനി നമുക്ക് അതിനാണത് പഠിക്കേണ്ടത്. സോ നിങ്ങൾ അതിൻ്റെ ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കുക. സോ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, ഇനി ഒരു എൻട്രൻസ് ആസ്പെക്ട് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം.
നിങ്ങളൊരു എൻട്രൻസ് ആസ്പെക്ട് ഓഫ് വ്യൂവിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു സബ്ജക്റ്റ് അതിൻ്റെ ബ്യൂട്ടി ഇറങ്ങി പഠിക്കുക. ഓഫ് കോഴ്സ് അതിൻ്റെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൻഡ് ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ബിക്കോസ് എൻട്രൻസിൽ നിങ്ങളുടെ ഒരു വൈവ ഓർ പ്ലസ് ടു വരെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് അത് ഉത്തരത്തേക്ക് എത്തണം. നിങ്ങളുടെ കോൺസെപ്റ്റാണ് അവിടെ ടെസ്റ്റ് ചെയ്യുക. കോൺസെപ്റ്റ് അറിയണം. ആൻഡ് വിത്ത് ദാറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യണം. ചെയ്ത് പഠിക്കണം. പ്രോബ്ലംസ് ചെയ്താലേ ഒരു എൻട്രൻസിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും അത് ചെയ്യും. നമ്മളത് ചെയ്യാതെ ഇരുന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ റാങ്കിൽ ബാക്കിലാവും, അതിൻ്റെ അഡ്മിഷൻ കിട്ടില്ല. ദെൻ നമ്മൾ ആലോചിക്കേണ്ട സംഭവമാണ് ഇതൊന്ന് നോക്കട്ടെ. ഓക്കെ, ആലോചിക്കേണ്ട സംഭവമാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഷോർട്ട് നോട്ട്സും ക്വിക്ക് നോട്ട്സും നമ്മൾ വ്യത്യാസം പറയാം. നമ്മൾ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ്സ് ഉപയോഗിക്കാം ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട്. അതിൻ്റെ പുറമെ നിങ്ങൾ ക്വിക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ വരിച്ചിട്ടാ ഇക്വേഷൻസും അതുപോലുള്ള ഭയങ്കര ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനങ്ങളും അത് മാത്രമേ നിങ്ങൾ ഈ ഷോർട്ട് നോട്ട്സിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, മേ ബി ഒരു ഇക്വേഷൻ ബുക്ക് എന്ന് പറയാം ഈ ഷോർട്ട് നോട്ടിന്. അതാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട് അല്ല ക്വിക്ക് നോട്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്വിക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ക്വിക്ക് നോട്ട് നിങ്ങൾക്ക് ആദ്യം ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നിയില്ലെങ്കിലും എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് അപ്പോഴേ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വിക്ക് നോട്ട് നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് പോവാം. എക്സാം ആകുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഫിസിക്സ് പഠിക്കേണ്ടത്. നൗ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ടു ക്രാക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞതാകുമ്പോൾ തന്നെ ഒന്നുകൂടി ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ്, നിങ്ങൾക്ക് നല്ല കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും നല്ല രീതിക്ക് വേണം. ബിക്കോസ് അതാണ് നിങ്ങളെ ഒരു എൻട്രൻസിൽ ടെസ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. സിലബസ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കിയ സ്റ്റുഡൻസ് നമ്മളെ ഓവർടേക്ക് ചെയ്യും. നെവർ ലെറ്റ് ദാറ്റ് ഹാപ്പൻ. ഓക്കെ, സോ സിലബസ് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുക. വിത്ത് കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. വെറുതെ ഹറിബറി വിളിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിനേക്കാൾ നല്ലത് പഠിക്കേണ്ടത് വൃത്തിക്ക് പഠിക്കുക. പക്ഷെ മൊത്തം പഠിക്കും വേണം. അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ മേ ബി നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പറയാനുള്ളൊരു മാർഗ്ഗമില്ല. ദെൻ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് മനസ്സിൽ നിൽക്കണം. നിങ്ങൾ ഇന്നൊന്ന് പഠിച്ചു, എക്സാം ആകുമ്പോഴത്തേന് അത് മറന്നു വെച്ചാൽ അതിനേക്കാളും നിങ്ങളൊന്ന് പഠിക്കാതിരിക്കുന്നതല്ലേ, പിന്നെ ഇപ്പം എന്തിനൊന്ന് പഠിച്ചേ. അതിന് റിവൈസ് ചെയ്യണം. ഡെയിലി റിവിഷന് വേണ്ടി നിങ്ങളൊരു ടൈം മാറ്റി വെക്കണം. ഡെയിലി റിവിഷന് വേണ്ടി ഒരു സമയം നിങ്ങൾ മാറ്റി വെക്കണം. ഓക്കെ, അത് ബാക്കി റിവിഷൻ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ പറഞ്ഞുതരാം. സോ അത് കറക്റ്റായിട്ട് ചെയ്യണം. വൃത്തിക്ക് കറക്റ്റായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാ സബ്ജക്റ്റിനും എല്ലാ ചാപ്റ്റേഴ്സിനും നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഫ്രീക്വൻലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് ഒരു ചാപ്റ്റർ ആണെങ്കിൽ ആഴ്ചയിൽ റിവൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യണം. പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചെയ്തിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. പ്രോബ്ലംസിലൂടെ നിങ്ങൾ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ക്വിക്ക് നോട്ട് ആവശ്യപ്പെടും. ഓക്കെ, ക്വിക്ക് നോട്ട് വെക്കുക, വായിക്കുക, ഡു പ്രോബ്ലംസ്. അതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈൻഡ് റിഫ്രഷ് ആയിക്കോളും. ദെൻ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ സംഭവം നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ലൈഡ്സ് പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ അത് പേഴ്സണൽ ചോയ്സ്, നിങ്ങൾ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ക്വിക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിവിഷന് അത് ആവശ്യം വരും, എക്സാമിനും അത് ആവശ്യം വരും. ആൻഡ് ഞാൻ ഈ അവസാനം എഴുതിയ കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 6 to 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എത്ര പഠിച്ചോളൂ, നിങ്ങൾ 24 hours പഠിച്ചോളൂ. 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ തല കറങ്ങി വിടും. പോസിബിൾ അല്ല. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ട് പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ 7 മണിക്കൂർ കടന്നുറങ്ങുന്നുണ്ട്, അതിന് 2 മണിക്കൂർ കട്ട് ചെയ്തിട്ട് ഞാനൊരു 4 മണിക്കൂർ കടന്നുറങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് 3 മണിക്കൂർ കട്ട് ചെയ്ത് ഞാൻ 4 മണിക്കൂർ കടന്നുറങ്ങുള്ളൂ എന്നൊക്കെ വിചാരിച്ചാൽ കുറേ പേര് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ വയ്ക്കുക, അവർ പറയും ഞാനാകെ 4 മണിക്കൂർ കടന്നുറങ്ങിയുള്ളൂ എന്നൊക്കെ അവർ പറയും. സോറി, നിങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യരുത്. കാരണം മേ ബി എക്സാജറേറ്റ് ആവും, മേ ബി അങ്ങനെ ചെയ്യണവരുണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ്. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ അത് ഗുഡ് പ്രാക്ടീസ് അല്ല. ഓക്കെ, 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. എന്നാലും നിങ്ങൾ പഠിച്ച സംഭവം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഓക്കെ,
അത് കുറേ പേര് 4 hours ആക്കാൻ പറയും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് പറയും ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങുള്ളൂ, എനിക്ക് അങ്ങനെ കുറേ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് നെവർ ബിലീവ് ദാറ്റ്. ഓക്കെ, സോ അതാണ് ഉറക്കത്തിൻ്റെ കാര്യം. നിങ്ങൾ അത് എന്തായാലും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം. നൗ നിങ്ങൾ ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതും കാര്യങ്ങൾ പറഞ്ഞുതരാം. പല ബുക്ക് എടുത്ത് പഠിക്കുന്നേക്കാൾ നല്ലത് പഠിക്കണ ബുക്ക് വൃത്തിക്ക് പഠിക്കുന്നതാണ്. നമ്മളെ ബ്രൂസിലിയുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, ഒരേ ഫൈറ്റ് വീണ്ടും 1000 ഫൈറ്റ് പഠിച്ചവനേക്കാൾ എനിക്ക് ഒരേ ഫൈറ്റ് 1000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തവനെയാണ് പേടി എന്ന് പറയുന്ന പോലെ ഒരേ ബുക്കിനെ കുറേ പ്രാവശ്യം പഠിക്കുക. ആ ഒരേ ബുക്ക് നമ്മൾ NCERT ആണ് ഫോളോ ചെയ്യേണ്ടത്. എൻട്രൻസ് സ്റ്റുഡൻറ്റ് NCERT ആണ് ഫോളോ ചെയ്യേണ്ടത്. അത് തറോ ആയതിനു ശേഷമേ നിങ്ങൾ എക്സ്റ്റേണൽ ബുക്ക്, ഞാൻ എക്സ്റ്റേണൽ ബുക്ക് റെഫർ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ബുക്ക് റെഫർ ചെയ്തില്ലെങ്കിലും അങ്ങനെ രീതിയല്ല പറയുന്നത്. നിങ്ങൾ ആദ്യം NCERT വൃത്തിക്ക് പഠിക്കുക, എന്നിട്ടേ നിങ്ങൾ എക്സ്റ്റേണൽ ബുക്കിൽ പോകാൻ പാടുള്ളൂ. ഇത് പകുതി പഠിച്ചു, ഇതും പാതി പഠിച്ചു, ഒരിക്കലും ചെയ്യരുത്. വൃത്തിക്ക് പഠിക്കുക NCERT, ദെൻ പുറത്തേക്ക് പഠിക്കാം. ഓക്കെ, NCERT ആണ് അതിൻ്റെ കീ തിങ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് PYQs എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം PYQ ചെയ്യാം. ഓക്കെ, എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം PYQ ചെയ്യാം. PYQ ആണ് നിങ്ങളെ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. തിയറി മാത്രം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതിരിക്കലും വലിയൊരു ബ്ലണ്ടറാണ്. തിയറി മാത്രം പഠിച്ചിട്ട് നിങ്ങൾക്കൊരു എൻട്രൻസ് എക്സാമിന് പോകാൻ പറ്റില്ല. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ +1 +2 ബോർഡ് എക്സാമിന് അത് മേ ബി യൂസ്ഫുൾ ആയേക്കാം. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയറി പഠിക്കുന്നത്, അത് മനസ്സിലാക്കണം. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് വരും, ഇല്ല പറയണില്ല. സോ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറയുന്ന സംഭവം, റിവൈസ് ചെയ്യണ സമയത്ത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തിയറി റിവൈസ് ചെയ്യാനല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് എടുത്ത് പഠിക്കുക. പ്രോബ്ലംസ് എടുത്ത് പഠിക്കല്ല, പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിക്കും. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ പ്രോബ്ലംസിലൂടെ നിങ്ങൾ പഠിക്കും. അതാണ് റിയൽ മെത്തേഡ്. അല്ലാതെ വെറുതെ കുറേ ബുക്ക് വായിച്ചു, അടുത്ത ആഴ്ച റിവൈസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ ബുക്ക് വായിച്ചു, വായിക്കുന്നതല്ലാണ്. പക്ഷേ പ്രോബ്ലംസ് ഇത് പഠിച്ചാൽ കുറച്ചുകൂടി ഒരു എൻട്രൻസിലേക്ക് ഫോക്കസ് ചെയ്യാതാവും നല്ലത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് എടുക്കാം. സോ വീണ്ടും പറയണു, ബ്യൂട്ടി ഇറങ്ങി പഠിക്കുക, ഫിസിക്സ് കാണാപ്പാടം പഠിക്കുക. അതേ ചാപ്റ്റേഴ്സ് കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, 1 dimension, 2 dimension, laws of motion, work energy power, rotation motion, ഗ്രാവിറ്റി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ നിങ്ങൾ മേ ബി ചാപ്റ്റർ എടുക്കുമ്പോൾ പറയാൻ ജസ്റ്റ് നോക്കിക്കോളൂ. ഒരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും. കാരണം ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും കണക്റ്റായി കിടക്കുന്ന കുറേ കോൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൻ്റെ കുറേ ഡൈമെൻഷൻസ് പഠിക്കാൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും. സോ അത് നിങ്ങളധികം മീൻസ് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ ഓരോ ഡൈമെൻഷൻ പഠിക്കുമ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്യണം. ഇതിൽ ഡൈമെൻഷൻ പഠിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം ആദ്യം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പിന്നെ അത് ശരിയായി വരും ഓട്ടോമാറ്റിക്കലി. പിന്നെ 1 dimension, 2 dimension, ലോസ് ഓഫ് മോഷൻ, ഇതൊക്കെ നമ്മുടെ മെക്കാനിക്സിൽ പെടുന്ന സംഭവമാണ്. ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷണൽ മോഷൻ, അതേപോലെ ഗ്രാവിറ്റി, പിന്നെ നമ്മുടെ സോളിഡ്സ്, ലിക്വിഡ്സ്, പിന്നെ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ്, നമ്മുടെ തെർമോഡൈനാമിക്സ് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സ്, ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ, വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മൂവിങ് ചാർജസ് ആൻഡ് ഇതൊക്കെ നമ്മുടെ മാഗ്നറ്റിസം ഭാഗത്തേക്ക് എത്തി. മീൻസ് ആ ഒരു ഇലക്ട്രിസിറ്റി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇലക്ട്രോണിക്സ്, മാഗ്നറ്റിസം, കറണ്ട്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC, EM വേവ്സ്. ഓക്കെ, ദെൻ നിങ്ങൾ ലൈറ്റിനെ പറ്റി പഠിക്കും, റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ. ഓക്കെ, ഡ്യുവൽ നേച്ചർ. ദെൻ നിങ്ങൾ ആറ്റം, ന്യൂക്ലിയസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ആറ്റംസും ന്യൂക്ലിയൻസും ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു ചാപ്റ്റർ കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. അത് നമുക്ക് അതിനധികം സ്ട്രെസ് ചെയ്ത് പറയണില്ല, നമുക്ക് ഗ്രാജുവലി അതൊക്കെ പഠിക്കാം. സോ വീണ്ടും പറയണു, നെവർ ബൈ ഹാർട്ട് ഫിസിക്സ്. ബ്യൂട്ടി അറിയുക, പഠിക്കുക. ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾക്ക് ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുള്ളൂ. നിങ്ങളോടൊന്നും കാണാപ്പാടാക്കാൻ പറയില്ല.
മേ ബി പറയും കാണാപ്പാടാക്കാൻ. അതെന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കര ഹൈലി കോംപ്ലക്സ് ടോപ്പിക്ക് ചിലപ്പോൾ കാണാപ്പാടാക്കാൻ പറയും, അല്ലെങ്കിൽ പഠിച്ച സംഭവം ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാടാക്കണം. ഇക്വേഷൻസ് പഠിക്കാതിരിക്കരുത്. കാണാപ്പാടാക്കരുത് പറഞ്ഞാൽ ഒന്നും കാണാപ്പാടാക്കാന്നല്ല, കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് സ്പീഡ് കിട്ടണമെങ്കിൽ എൻട്രൻസിൽ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ ഇക്വേഷൻ കുറച്ച് കാണാപ്പാടം പഠിക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ കഴിഞ്ഞ് ബിഹൈൻഡ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മൂവ് ഓൺ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഇനി ഓരോ ക്ലാസ് ആയിട്ട് നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ടാക്കിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അടിയിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ജോയിൻ ചെയ്യുക. ആൻഡ് ഫിസിക്സ് എടുക്കുന്നത് ഞാനാവും, മാത്സ് എടുക്കുന്നത് ഹരിയേട്ടനാണ്, നമ്മുടെ ഹരീസ് എൻട്രൻസ് സൊല്യൂഷൻ, നിങ്ങൾക്ക് ഓൾറെഡി പരിചയം ഉണ്ടാവും. ആൻഡ് കെമിസ്ട്രി എടുക്കുന്നത് ഗോവിന്ദ്. അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. എല്ലാം വിത്ത് കോൺസെപ്ഷ്യലി നല്ല ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ ആവും ക്ലാസ് കംപ്ലീറ്റ് മുന്നോട്ട് പോവുക. A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യും. സോ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അടിയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ആൻഡ് കോൺടാക്ട് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.